നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 മാർച്ച് മാസം 4-ാം തീയതി 1200-ാം ആണ്ട് കുംഭമാസം 20-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ നക്ഷത്രവും ഭരണി നക്ഷത്രമാണ്. ചൊവ്വ എന്ന് പറയുമ്പോൾ ശുഭഗ്രഹമല്ല, ശുഭദിനമല്ല. ഭരണി എന്ന് പറയുന്നത് ശുഭ നക്ഷത്രമല്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അത്ര കണ്ട് നല്ല ദിവസമല്ല. രാവിലെ ഉറങ്ങി എണീച്ച് ചാനൽ നോക്കിയിട്ട് ഇന്നത്തെ ദിവസം നല്ലതല്ല, നെഗറ്റീവ് കേട്ടുകൊണ്ട് ഓരോ കാര്യത്തിന് പോണതായിട്ട് ചിന്തിക്കരുത്. ശ്രദ്ധിക്കാൻ വേണ്ടി പറയണമെന്ന് മാത്രം. അല്ല വിചാരിക്കും രാവിലെ ഉറക്കമൊഴിച്ച് 6 മണിക്ക് രാവിലെ ഉറക്കമൊഴിച്ച് ഇന്നത്തെ ദിവസം നോക്കുമ്പോൾ ഇന്നത്തെ ദിവസം കൊള്ളൂല എന്ന് പറയുമ്പോൾ വിഷമം തോന്നാനല്ല. ഇന്നത്തെ ദിവസത്തിൽ ചെറിയ ചെറിയ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായാൽ അതിനെ സീരിയസ് ആയിട്ട് കാണരുത്. നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ സൂക്ഷിച്ചായിരിക്കണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. നക്ഷത്രം അത്ര നല്ലതല്ല, അതുപോലെ ദിവസവും നല്ലതല്ല. ചൊവ്വ എന്ന് പറയുന്നത് ഇന്ന് ചൊവ്വയുടെ ആധിക്യമുള്ള ദിവസമാണ്. ചൊവ്വ എന്ന് പറയുമ്പോൾ കുറച്ച് നെഗറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രഹമാണ്. അതുകൊണ്ടാണ് ചൊവ്വാഴ്ച ദിവസം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല എന്ന് പറയാൻ കാരണം. ഇപ്പോൾ ശുഭനക്ഷത്രവും അല്ല, ഭരണി ശുഭകാര്യങ്ങൾക്ക് എടുക്കുന്ന നക്ഷത്രമല്ല. അപ്പോൾ നമുക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ് ബർത്ത്ഡേ. കുംഭമാസത്തിലെ ഭരണി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ സന്തോഷപ്രദമായ ഒരു വർഷമല്ല നിങ്ങൾക്കെന്നറിയുക. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള വിഷമാവസ്ഥകൾ വന്നു ചേരും. പ്രത്യേകിച്ച് എന്തൊക്കെ അവസ്ഥകളുണ്ടാവും? വാഹനം കൈകാര്യം ചെയ്യുന്നിടത്ത് സൂക്ഷിക്കണം. വാഹന അപകടങ്ങൾ ഉണ്ടാവാം, കേസ് വഴക്കുകൾ വരാം. പ്രധാനമായിട്ട് ഭൂമിയുമായി ബന്ധപ്പെട്ട് ബൗണ്ടറി പ്രശ്നമോ മറ്റ് കുടുംബ സ്വത്ത് സംബന്ധമായ വഴക്കുകളോ കേസോ ഒക്കെ വരാം. സർജറിക്ക് വിധേയമാവാം. ഇങ്ങനെ പലതരത്തിലുള്ള നെഗറ്റീവ് ഫലങ്ങൾ വരാനിടയുള്ള വർഷമാണ്. നമുക്കിത് അറിയണത് എന്തിനാണ്? നമുക്കിത് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒന്ന് വരും, ആളിലെല്ലാം പറയും പോലെ ഇതൊന്നും നോക്കിയാലും നോക്കിയില്ലെങ്കിലും വരും, അങ്ങനെയൊന്നും വരില്ല. നമുക്ക് എന്ത് ദോഷത്തെയും മാറ്റാൻ കഴിയും. ആര് വിചാരിച്ചാൽ? അവരവർ വിചാരിച്ചാലേ മാറ്റാൻ കഴിയുള്ളൂ. മറ്റുള്ളവർക്ക് ഒരു പരിധിയുണ്ട്, നമുക്ക് മാത്രമേ പരിധിയില്ലാതെ ഉള്ളൂ. അൺലിമിറ്റായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെങ്കിൽ അവരവർ തന്നെ വിചാരിക്കണം. അപ്പം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചൊവ്വ എന്ന് പറയുന്ന അഗ്നികാരകനാണ്. തീപ്പൊള്ളലേക്കാം. അതുപോലെ ഇലക്ട്രിസിറ്റിയെ സൂക്ഷിക്കണം. വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നവർ, പ്രത്യേകിച്ച് ഡ്രൈവിംഗ് ജോലിയൊക്കെ ചെയ്യുന്നവരെ സൂക്ഷിക്കണം. അപ്പോൾ നമുക്കിതിന് പരിഹാരമായിട്ട് ചെയ്യേണ്ടത് ഒരു വർഷത്തെ ഫലത്തെ ആയതുകൊണ്ട് ഈ ഒരു വർഷക്കാലവും ചൊവ്വാഴ്ച ദിവസം മുരുകക്ഷേത്രത്തിലോ ഭദ്രകാളി ക്ഷേത്രത്തിലോ ചൊവ്വാഴ്ച ദിവസം ദർശനം ചെയ്യുക. ബൈ ചാൻസ് നമുക്ക് ദൂര സ്ഥലത്തൊക്കെ ആണെങ്കിൽ പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചൊവ്വാഴ്ച ദിവസം വ്രതാനുഷ്ഠാനത്തോടു കൂടി അന്ന് മത്സ്യമാംസാദികൾ കഴിക്കാതെ ശുദ്ധവൃത്തിയായിട്ടിരുന്ന് നമുക്ക് ദൈവത്തെ പ്രാർത്ഥിക്കണം. എല്ലാ ദൈവങ്ങളും എല്ലാ ചൈതന്യവും പ്രപഞ്ചത്തിലുണ്ട്. നമ്മൾ വിളിക്കുമ്പോൾ ആ ചൈതന്യം നമ്മളിലേക്ക് ആഗിരണം ചെയ്യും. എല്ലാ ദേവതകളും പ്രപഞ്ചത്തിലുണ്ട്. അതുകൊണ്ട് ഇന്ന ദേവതയെ വിളിച്ചാലേ കിട്ടുള്ളൂ. ആരെ വിളിച്ചാലും പ്രപഞ്ചത്തിലെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഒരു അസുഖത്തിന് ഒരു മരുന്ന് എന്നതുപോലെ സുബ്രഹ്മണ്യ സ്വാമിയെയും ഭദ്രകാളി ദേവിയെയും പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. അതിനൊപ്പം തന്നെ ഒരു മുരുക യന്ത്രം, സുബ്രഹ്മണ്യ യന്ത്രം, ആക്സിഡൻറ്റോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി, എല്ലാത്തിൽ നിന്നും അതിജീവിച്ച് പോകാൻ വേണ്ടി മഹാമൃത്യുഞ്ജയ യന്ത്രവുമായി ചേർത്ത് ഒരു കവചം വെച്ചോളൂ. ഒരു വർഷത്തേക്ക് മതി. അത് പേഴ്സിലോ ദേഹരക്ഷയായിട്ടോ അരയിലോ എവിടെയെങ്കിലും കെട്ടിക്കോളണം. നമ്മളിവിടെ ഉണ്ടാവണം, നമുക്കൊരു പ്രൊട്ടക്ഷൻ. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും സമയത്തിന് പ്രാധാന്യം കൊടുക്കണം. അതായത്
നമുക്ക് രാവുകാലം നോക്കി വേണം. ഒന്നാമത് ചെറിയ തട്ടുമുട്ട് ആക്സിഡൻറ്റ് കേസ് വഴക്കൊക്കെ ഉണ്ടാവാനിടയുള്ള ദിവസമെന്ന് ഞാൻ പറഞ്ഞു. അന്ന് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് രാവുകാല സമയം നോക്കി, രാവുകാലം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. ശരിക്കും രാവുകാലം 3 മണി 34 മിനിറ്റ് തൊട്ട് 5 മണി 3 മിനിറ്റ് വരെ. ശരിക്ക് 3 മണി മുതൽ 4:30 മണി വരെ എന്നാണ് കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്താണ് വരുന്നത്, അത് ശ്രദ്ധിക്കണം. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും, ഈ 2 സമയങ്ങളും നമുക്ക് ഒരു കാര്യത്തിനും എടുക്കരുത്. ഗുളികകാല സമയം വരുന്നത് 12:36 തൊട്ട് 2 മണി 5 മിനിറ്റ് വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 9:39 തൊട്ട് 11:07 വരെയും. ഈ സമയം നമുക്ക് ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അപ്പോൾ ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ. കാരണം ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ നമുക്കൊരു ഡോക്യുമെൻ്റ് ഒപ്പിടണം, അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റ് നമുക്ക് ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കാം. അഭിജിത്ത് മുഹൂർത്തം ഇന്നും 12 മണി 12 മിനിറ്റ് തൊട്ട് 1 മണി വരെയാണ്. ഇടയ്ക്കൊരു 4 മിനിറ്റ് കൊള്ളില്ലെങ്കിൽ 44 മിനിറ്റ് നേരമുണ്ട്. ഈ സമയം നമുക്ക് എടുക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും പ്രപഞ്ചത്തിൽ ഇന്ന് ചൊവ്വയുടെ ആധിക്യമുള്ള ദിവസം. ചൊവ്വയെന്ന് പറഞ്ഞാൽ അഗ്നികാരകനാണ്, ചുവപ്പാണ് ചൊവ്വയുടെ കളറ്. അപ്പോൾ ചുവപ്പ് കളറിലുള്ള വസ്ത്രം ധരിക്കുകയോ അത് വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുകയോ അല്ലെങ്കിൽ ശരിക്ക് കർച്ചീപ്പായിട്ടെങ്കിലും ചുവപ്പ് വസ്ത്രം കയ്യിൽ കരുതുന്നത് നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി, പ്രപഞ്ചത്തിൽ നിന്ന് ചൊവ്വയുടെ പോസിറ്റീവ് എനർജി സ്വീകരിക്കാൻ, റേഡിയേഷൻ സ്വീകരിക്കാൻ സഹായിക്കും. നമുക്ക് കുറച്ചുകൂടി ഉന്മേഷവും ഉണർവും ഈ പ്രശ്നങ്ങളിൽ നിന്ന് അതിജീവിച്ച് പോകാനും സാധിക്കും. എല്ലാവർക്കും ഈ ദിവസം ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന്, ഒരു ദോഷഭാവവും വരാതെ സംരക്ഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.